ഇന്ന് ഞാൻ അമ്രപാലിയുടെ കഥ പറഞ്ഞു തരാം. അപ്പോൾ പറയട്ടെ. പുരാതന കാലത്ത് വൈശാലി എന്ന് പറയുന്ന സ്ഥലത്ത് ലിച്ചാവി എന്ന് പറയുന്ന ഒരു പ്രമുഖരായ വംശം ആൾക്കാരായിരുന്നു ജീവിച്ചിരുന്നത്. ഇവർ സംഗീതത്തിലും സാഹിത്യത്തിലും കലകളിലും ഒക്കെ വളരെ തൽപരരായിരുന്നു. ഇവരുടെ രാജ്യം എപ്പോഴും മനോഹരമാക്കി വെക്കാൻ ഇവർ ശ്രദ്ധിച്ചു പോന്നു. വളരെ ശ്രദ്ധയോടെ ഇവർ ഉദ്യാനങ്ങൾ പരിപാലിക്കുമായിരുന്നു. മാത്രമല്ല, ഇങ്ങനെയുള്ള ഉദ്യാനങ്ങൾ പരിപാലിക്കാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധാലുക്കളായ വളരെ പ്രഗത്ഭരായ തോട്ടക്കാരും അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലിച്ചാവി വംശത്തിൻ്റെ സ്വന്തമായിട്ട് വൈശാലിയിൽ വളരെ വലിയ ഒരു തോട്ടമുണ്ടായിരുന്നു. ഈ തോട്ടത്തിൽ വളരെ പ്രഗത്ഭനായ മിടുക്കനായ ഒരു തോട്ടക്കാരനുമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരിക്കൽ ഈ തോട്ടക്കാരൻ ആ മനോഹരമായ തോട്ടം പരിപാലിച്ചുകൊണ്ടിരിക്കെ ഒരു മാവിൻ്റെ ചുവട്ടിൽ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടു. അതിനു മുമ്പെങ്ങും അയാൾ അവിടെ എങ്ങും കണ്ടിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇത്രയധികം സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയെ അയാൾ ഒരിക്കലും സങ്കല്പിച്ചു പോലും ഉണ്ടായിരുന്നില്ല. അപ്പം അത്ര സൗന്ദര്യമുള്ള ഈ പെൺകുട്ടിയോട് അയാൾ ചെന്ന് ആരാണ്, എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ എങ്ങു നിന്നുമല്ല വരുന്നത്, എനിക്ക് പേരില്ല, എനിക്ക് നാടില്ല, ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് വളരെ വിചിത്രമായിട്ട് ഈ തോട്ടക്കാരന് തോന്നി. ഈ മറുപടി വളരെ വിചിത്രമായിട്ട് തോന്നിയ ഈ തോട്ടക്കാരൻ ഉടൻ തന്നെ ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥരായ ഈ ലിച്ചാവി വംശത്തിലെ പ്രഭുക്കന്മാരായ ആൾക്കാരുടെ അടുത്തേക്ക് ചെന്നു. അവർ കുറേ പേരുണ്ടായിരുന്നു. അവരുടെ അടുത്ത് ചെന്നിട്ട് തോട്ടത്തിൽ വളരെ സുന്ദരിയായ ഒരു സ്ത്രീ വന്നിരിക്കുന്നുവെന്നും അവരാരാണെന്നോ എന്താണെന്നോ എവിടേക്ക് പോവുകയാണെന്നോ എവിടെ നിന്ന് വന്നതാണെന്നോ ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ എന്നും പറഞ്ഞു. അപ്പോൾ ഈ കാര്യം വളരെ വിചിത്രമായിട്ട് തോന്നിയ ഈ പ്രഭുക്കന്മാരെല്ലാവരും കൂടി ചേർന്ന് ഈ തോട്ടത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ മാവിൻ്റെ ചുവട്ടിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. അത്രത്തോളം സൗന്ദര്യം അവർ മറ്റെങ്ങും ദർശിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇവരെല്ലാവരും ചെന്ന് അവരോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ തോട്ടക്കാരന് കിട്ടിയ മറുപടി തന്നെയാണ് കിട്ടിയത്. പേരില്ല, നാളില്ല, ഊരില്ല, ഒന്നുമില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇവൾക്കൊരു പേരിട്ടു. മാവിൻ്റെ ചുവട്ടിൽ നിന്ന് വന്ന പെൺകുട്ടി ആയതുകൊണ്ട് അവൾക്ക് അമ്രപാലി എന്ന പേര് കൊടുത്തു അവർ. പക്ഷേ ഇവർ ഓരോരുത്തരും അമ്രപാലിക്ക് വേണ്ടി വഴക്കിടാൻ തുടങ്ങി. തൻ്റെ കൂടെ വരണം എന്നായി ഓരോരുത്തരുടെയും ആവശ്യം. അവർക്കെല്ലാവർക്കും അമ്രപാലിയെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹം തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ യുദ്ധമായി, പരസ്പരം ഉന്തും തള്ളുമായി. അപ്പോൾ അമ്രപാലി പറഞ്ഞു, നിർത്തൂ, എനിക്ക് വേണ്ടി നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കരുത്. ഇതൊരിക്കലും ഒരു ശരിയായ കാര്യമല്ല. എൻ്റെ കാര്യത്തിലൊരു തീരുമാനമെടുക്കാനുള്ള അവകാശം എനിക്കല്ലേ? ഞാനല്ലേ ഞാൻ ആരെ വിവാഹം കഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്, നിങ്ങളാണോ? അത് കേട്ടപ്പോൾ ഈ പ്രഭുക്കന്മാർക്കും തോന്നി, നേരാണ്, അമ്രപാലി പറയുന്നതിലും കാര്യമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് ആരുടെ കൂടാണ് വരാൻ ഇഷ്ടം എന്ന് പറയൂ. അങ്ങനെ ഞങ്ങളിൽ ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ആൾ നിങ്ങളെ വിവാഹം കഴിക്കും. അപ്പോൾ അമ്രപാലി പറഞ്ഞു, ഞാൻ നിങ്ങളിൽ ഒരാളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ ആൾക്ക് സന്തോഷമാകും, ശരി തന്നെ. പക്ഷേ ബാക്കിയുള്ളവർക്ക് അത് വളരെയധികം അസൂയ ഉണ്ടാക്കും, നിങ്ങൾ തമ്മിൽ വീണ്ടും സ്പർദ്ധ ഉണ്ടാക്കാൻ കാരണമാകും. അതുകൊണ്ട് എന്നെ വെറുതെ വിടണം, എനിക്ക് നിങ്ങളെ ആരെയും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഈ വംശത്തിലെ മുതിർന്ന ആൾക്കാർ, വൃദ്ധന്മാർ ആ സമയത്ത് അവിടെ എത്തിയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ കേട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി അവർ വന്നതാണ്. അമ്രപാലിയുടെ സംസാരം അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞു, അമ്രപാലി പറയുന്നതാണ് ശരി, ഇവൾ ആരുടെയും സ്വത്തല്ല, അവൾ നമ്മുടെ വൈശാലിയുടെ പൊതു സ്വത്താണ്. അവളെ നമുക്ക് വൈശാലിയിൽ സന്തോഷമായിട്ട് പാർപ്പിക്കണം, അവൾ നമ്മുടെ അതിഥിയാണ്. അങ്ങനെ ഈ പ്രഭുക്കന്മാരെല്ലാവരും കൂടി ചേർന്ന് അമ്രപാലിക്ക് ആ തോട്ടത്തിൽ തന്നെ വളരെ മനോഹരമായൊരു വീട് ഉണ്ടാക്കി കൊടുക്കുകയും അമ്രപാലിക്ക് സ്വന്തമായിട്ട് ഈ ഉദ്യാനം തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു സമ്മാനം കിട്ടിയതിൻ്റെ പ്രതിഫലമായിട്ട് അമ്രപാലി തനിക്ക് വളരെ നന്നായിട്ട് നൃത്തം ചെയ്യാൻ അറിയാമെന്നും വളരെ നന്നായിട്ട് പാടാൻ അറിയാമെന്നും അങ്ങനെ ഈ പ്രഭുക്കന്മാർക്ക് സന്തോഷം വേണ്ടപ്പോഴൊക്കെ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്ത് അവരെ സന്തോഷിപ്പിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ അമ്രപാലി വൈശാലിയിലെ വളരെ പ്രശസ്തയായ ഒരു നർത്തകിയായി തീർന്നു. അമ്രപാലിയുടെ നൃത്തത്തെപ്പറ്റി ലോകത്തെങ്ങും പ്രശസ്തിയായി. വളരെ മനോഹരമായിട്ട് നൃത്തം ചെയ്ത അമ്രപാലി ഈ പ്രഭുക്കന്മാരെയും അവിടെ വരുന്ന എല്ലാവരെയും സന്തോഷിപ്പിച്ചു. അമ്രപാലിയോളം നന്നായിട്ട് നൃത്തം ചെയ്യുന്ന ഒരാളെപ്പറ്റി മറ്റെങ്ങും കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, വൈശാലിയുടെ സ്വകാര്യ അഹങ്കാരമായിട്ട് മാറി അമ്രപാലി. വൈശാലിയിലല്ലാതെ അമ്രപാലിയെപ്പോലൊരു നർത്തകി മറ്റൊരു ദേശത്തും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ ഈ അമ്രപാലിയുടെ നൃത്തം കാണാൻ വേണ്ടി ഈ പ്രഭുക്കന്മാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്ന ഒരു ദിവസം അമ്രപാലി നൃത്തം ചെയ്യുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരാൾ അങ്ങോട്ട് ഓടി വരികയും നമ്മുടെ വൈശാലിയിലേക്ക് ബിംബിസാരൻ യുദ്ധത്തിന് വന്നിരിക്കുന്നു എന്നൊരു വാർത്ത കൊടുക്കുകയും ചെയ്തു. ഈ നൃത്തം കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്ന പ്രഭുക്കന്മാരെല്ലാവരും അപ്പോഴേ എഴുന്നേൽക്കുകയും ഉടൻ തന്നെ ബിംബിസാരനെ തോൽപ്പിക്കാൻ വേണ്ടി നമുക്ക് യുദ്ധത്തിന് പോകണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു.
ഇവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അമ്രപാലിക്ക് വളരെ ദുഃഖം തോന്നി. അമ്രപാലി വിചാരിച്ചു, എങ്ങനെയാണ് മനുഷ്യർക്ക് പരസ്പരം കൊല്ലാനും ഉപദ്രവിക്കാനും കഴിയുന്നത്? ഒരു നിമിഷം നൃത്തത്തെപ്പറ്റിയും സംഗീതത്തെപ്പറ്റിയും സാഹിത്യത്തെപ്പറ്റിയും കലയെപ്പറ്റിയും സൗന്ദര്യത്തെപ്പറ്റിയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒറ്റ നിമിഷം കൊണ്ട് യുദ്ധത്തെപ്പറ്റിയും മരണത്തെപ്പറ്റിയും രക്തത്തെപ്പറ്റിയും ഒക്കെ ചിന്തിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് മനുഷ്യർക്ക് പെട്ടെന്ന് തങ്ങളുടെ ആസ്വാദന തലം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ പറ്റുന്നത്? ഇത്ര നേരം നൃത്തം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഈ പ്രഭുക്കന്മാർക്ക് പെട്ടെന്ന് എങ്ങനെയാണ് യുദ്ധത്തിൻ്റെ ആരവങ്ങളിൽ രമിക്കാൻ പറ്റുന്നത്? ഇതിനെപ്പറ്റിയൊക്കെ അമ്രപാലി കുറേ നേരം ഇരുന്ന് ചിന്തിച്ചു. ആ ദിവസങ്ങളിലെല്ലാം അവൾ ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്രപാലിയെ കാണാൻ ഒരാളെത്തി. വളരെ സുന്ദരനായ ആരോഗ്യവാനായ ഒരാൾ. അയാൾ പറഞ്ഞു, ഞാൻ അമ്രപാലിയുടെ നൃത്തത്തെപ്പറ്റി വളരെ ദൂരെ നിന്ന് കേട്ടിട്ട് വരികയാണ്. ഞാൻ മഗധയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് വേണ്ടിയിട്ട് അമ്രപാലി ഒരു നൃത്തം ചെയ്ത് കാണിക്കാമോ? അപ്പോൾ അമ്രപാലി അയാൾക്ക് വേണ്ടി ഒരു നൃത്തം ചെയ്തു. അത് കണ്ടപ്പോൾ അയാൾ വിചാരിച്ചു, ലിച്ചാവികൾ ഈ അമ്രപാലിയെപ്പറ്റി അഹങ്കാരം പറയുന്നത് ശരി തന്നെ. ഇത്രയധികം മനോഹരമായിട്ട് നൃത്തം ചെയ്യാൻ മറ്റാർക്കും പറ്റുകയില്ല. നൃത്തമെല്ലാം കഴിഞ്ഞ് അയാൾ പോകാൻ നേരത്തെ അമ്രപാലി ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് വൈശാലിയിൽ വന്നിട്ട് താമസിക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ മഗധയിൽ നിന്ന് വന്നതാണ്. ഇവിടെ എനിക്ക് ആരെയും അറിഞ്ഞുകൂടാ, എനിക്ക് താമസിക്കാൻ സ്ഥലവുമില്ല. അപ്പോൾ അമ്രപാലി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ താമസിച്ചോളൂ, നിങ്ങൾക്ക് എന്നാണോ പോകേണ്ടി വരുന്നത് അന്ന് പോയാൽ മതി. അപ്പോൾ അയാൾ പറഞ്ഞു, ശരി, വളരെ നന്ദി അമ്രപാലി, എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം അത്യാവശ്യമായിരുന്നു. അങ്ങനെ അമ്രപാലിയുടെ വീട്ടിൽ ഈ മനുഷ്യൻ, പുതുതായിട്ട് വന്ന ഈ അപരിചിതനായ മനുഷ്യൻ ഒരാഴ്ചയോളം താമസിച്ചു. അതിനുശേഷം അയാൾ തൻ്റെ ജോലിയൊക്കെ ഒതുങ്ങി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനിറങ്ങാൻ നേരത്ത് അയാൾ പറഞ്ഞു, അമ്രപാലി, എനിക്ക് നിന്റെ നൃത്തം കണ്ടിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിന്നോളം മനോഹരമായിട്ട് നൃത്തം ചെയ്യാൻ പറ്റുന്ന മറ്റൊരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് നിന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നീ എൻ്റെ കൂടെ വരാമോ? മഗധയിലേക്ക് എൻ്റെ കൂടെ വരാമോ? അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പേര് പോലും അറിഞ്ഞുകൂടാ. നിങ്ങൾ എന്നെ സംബന്ധിച്ച് വളരെ അപരിചിതനായ ഒരാളാണ്. നിങ്ങൾ എന്നെ നൃത്തം കാണാൻ വന്നു, നൃത്തം ഇഷ്ടപ്പെട്ടു, നൃത്തത്തെപ്പറ്റി നല്ല വാക്കുകൾ പറഞ്ഞു. നിങ്ങൾക്ക് പോകാൻ മറ്റൊരു സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാനിവിടെ താമസിക്കാനും പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ പേര് ബിംബിസാരൻ എന്നാണ്. ഇത് കേട്ടതോടെ അമ്രപാലി ഞെട്ടിപ്പോയി. എല്ലാവരും ഭയക്കുന്ന രാജാവാണ് ബിംബിസാരൻ. ബിംബിസാരനെതിരെ യുദ്ധം ചെയ്യാനാണ് ലിച്ചാവികൾ ഇവിടുന്ന് പോയിട്ടുള്ളത്. ആ ബിംബിസാരനാണ്, എല്ലാവരും ഭയക്കുന്ന ബിംബിസാരനാണ് ഒരാഴ്ചയായിട്ട് ഇവിടെ തൻ്റെ നൃത്തം കാണാൻ വേണ്ടി വന്ന് താമസിച്ചിരിക്കുന്നത്. എന്തായാലും അമ്രപാലി പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ താങ്കളെപ്പോലെയുള്ള യുദ്ധക്കൊതിയന്മാർക്ക് സ്ഥാനമില്ല. നിങ്ങൾക്കെങ്ങനെയാണ് എന്നോട് വന്ന് സ്നേഹത്തെപ്പറ്റി വിവാഹത്തെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ മനസ്സ് വന്നത്? 100 കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കുന്ന രക്തദാഹിയായ ഒരു രാജാവാണ് നിങ്ങൾ. നിങ്ങൾക്ക് സ്നേഹത്തെപ്പറ്റി പറയാൻ യാതൊരു അവകാശവുമില്ല. അപ്പോൾ ബിംബിസാരൻ ചോദിച്ചു, ഞാൻ എൻ്റെ യുദ്ധക്കൊതി അടക്കി, യുദ്ധമേ വേണ്ട എന്ന് പറഞ്ഞ് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ നീ എന്നെ വിവാഹം കഴിക്കുമോ? അപ്പോഴും അമ്രപാലി പറഞ്ഞില്ല, നിങ്ങളെ എല്ലാവരും ഭയക്കുന്നുണ്ട്. നിങ്ങൾ വളരെ ഭീകരനായൊരു മനുഷ്യനാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കുകയില്ല. അപ്പോൾ ബിംബിസാരൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അമ്രപാലി നീ അങ്ങനെ പറയുന്നത്? എനിക്ക് നന്നാവാൻ, എനിക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഒരു അവസരം നീ തരികയില്ലേ? അപ്പോൾ അമ്രപാലി പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വൈശാലി വിട്ട് മറ്റെങ്ങോട്ടും വരികയില്ല. കാരണം ഞാൻ വൈശാലിയുടെ പൊതുസ്വത്താണ്. ഇവിടെ എന്നെ താമസിപ്പിച്ചിരിക്കുന്നത് വൈശാലിയിലെ ജനങ്ങളാണ്. വൈശാലിയിലെ ജനങ്ങളെ നൃത്തം ചെയ്ത് സന്തോഷിപ്പിക്കുകയാണ് എൻ്റെ ധർമ്മം. എൻ്റെ ധർമ്മം വിട്ടിട്ട് ഞാൻ മറ്റെങ്ങോട്ടും വരികയില്ല. ബിംബിസാരൻ വളരെ ദുഃഖിതനായിട്ട് തിരിച്ചുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യുദ്ധത്തിന് പോയ ലിച്ചാവികൾ തിരിച്ചു വന്നു. അവർ അമ്രപാലിയെ കാണാൻ വന്നപ്പോൾ പറഞ്ഞു, എന്ത് പറ്റിയെന്നറിഞ്ഞില്ല, പേടിച്ചിട്ടാണോ എന്തോ ആ ബിംബിസാരൻ യുദ്ധം നിർത്തി തിരിച്ചുപോയി. അയാൾ ഇനി യുദ്ധം ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അത് കേട്ടതോടെ അമ്രപാലിക്ക് ആകെ ദുഃഖമായി. ബിംബിസാരൻ പോയപ്പോൾ തന്നെ അമ്രപാലിക്ക് തൻ്റെ മനസ്സിലെന്തോ ദുഃഖം തോന്നിയിരുന്നു. അയാളോട് പരുഷമായി പെരുമാറിയിരുന്നെങ്കിലും അയാളുടെ പെരുമാറ്റവും അയാളുടെ മനോഹരമായ രൂപവും അമ്രപാലിയുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെയാണ് ഇങ്ങനെയൊരു വാർത്തയും കൂടെ കേട്ടത്. അതോടെ അമ്രപാലി ആകെ ചിന്താധീനയായി. അന്നു മുതൽ അമ്രപാലിയുടെ നൃത്തച്ചുവടുകൾ കുറേശ്ശെ പിഴച്ചു തുടങ്ങി. പഴയ ഭംഗി അവളുടെ നൃത്തത്തിനില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്രപാലി തൻ്റെ മനോഹരമായ തോട്ടത്തിലിരിക്കുമ്പോൾ അതുവഴി ഒരാൾ കുറേ താമരപ്പൂക്കൾ പറിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. വളരെ മനോഹരമായ താമരപ്പൂക്കളായിരുന്നു. അപ്പോൾ അമ്രപാലി അയാളോട് ചെന്ന് തനിക്കും കൂടി ഒരു പൂ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ ഈ പൂക്കൾ ബുദ്ധന് കൊടുക്കാൻ പോവുകയാണ്. അമ്രപാലി ചോദിച്ചു, ആരാണ് ബുദ്ധൻ? അപ്പോൾ ആ പൂക്കൾ പറിച്ചുകൊണ്ട് നടന്നുപോയ യുവാവ് പറഞ്ഞു, ശ്രീബുദ്ധൻ മഹാനായ ഒരു ഭിക്ഷുവാണ്, സന്യാസിയാണ്. അദ്ദേഹം നമ്മളുടെ നാട്ടിൽ വന്ന് താമസിക്കുന്നുണ്ട്. കോടിഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നുണ്ട്.
ഞാൻ അങ്ങോട്ടേക്ക് ഈ പൂക്കളും കൊണ്ട് പോവുകയാണ്, ദേവൻ്റെ കാലിൽ വെച്ച് വന്ദിക്കാൻ പോവുകയാണ്. ഇയാൾ ഈ പൂക്കളും കൊണ്ട് പോയപ്പോൾ മുതൽ അമ്രപാലിക്കും ബുദ്ധനെ കാണണമെന്ന ആഗ്രഹം തോന്നി. അമ്രപാലി അങ്ങനെ അടുത്ത ദിവസം ബുദ്ധൻ താമസിക്കുന്ന കോടി ഗ്രാമത്തിലേക്ക് പോയി. അവിടെ ഒരു മരച്ചുവട്ടിലിരുന്ന് ബുദ്ധൻ തൻ്റെ അനുയായികളോട്, ശിഷ്യന്മാരോട്, തന്നെ കാണാൻ വന്നവരോടൊക്കെ സംസാരിക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ പോയിരുന്ന് അമ്രപാലിയും ബുദ്ധൻ സംസാരിക്കുന്നത് കേട്ടു. അതോടെ അമ്രപാലിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അന്നേ വരെ അമ്രപാലി അനുഭവിച്ചിട്ടില്ലാത്ത തരം ഒരു ആഹ്ലാദം അമ്രപാലിക്ക് തോന്നി. ബുദ്ധൻ്റെ സംസാരം കേൾക്കാൻ അന്നു മുതൽ അമ്രപാലി എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ പോയിരിക്കുക പതിവായി. വളരെയധികം ആൾക്കാർ ബുദ്ധൻ സംസാരിക്കുന്നത് കേൾക്കാൻ വരാറുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളായിട്ട് അമ്രപാലി എല്ലാ ദിവസവും പോയിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ബുദ്ധൻ അവിടുന്ന് പോകുന്നു എന്ന് അമ്രപാലി അറിഞ്ഞു. അമ്രപാലിക്ക് വലിയ ദുഃഖം തോന്നി. ബുദ്ധനെ എന്നും കണ്ടുകൊണ്ടിരിക്കാനും ബുദ്ധൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാനും അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആനന്ദം വീണ്ടും വീണ്ടും അനുഭവിക്കാനും അമ്രപാലിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ബുദ്ധൻ പോവുകയാണ് എന്ന് കേട്ടതോടെ അവർക്ക് വളരെയധികം ദുഃഖം തോന്നി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബുദ്ധ ഭഗവാൻ വൈശാലി വിട്ടുപോയി. ഇനി എന്നാണ് ബുദ്ധനെ കാണാൻ പറ്റുക എന്നോർത്ത് അമ്രപാലിക്ക് വളരെയധികം ദുഃഖം തോന്നി. അങ്ങനെ ബുദ്ധൻ പോയി എന്നാലും എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ബുദ്ധൻ അന്നിരുന്ന മരച്ചുവട്ടിൽ പോയിരുന്ന് ധ്യാനിക്കുക പതിവായി അമ്രപാലി. അതിന് അമ്രപാലി ഒരു മുടക്കവും വരുത്തിയില്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാലുടൻ അവൾ ഈ കോടി ഗ്രാമത്തിലേക്ക് പോവുകയും അവിടെ ബുദ്ധൻ അന്നിരുന്നിരുന്ന മരത്തിന് ചുവട്ടിൽ പോയിരുന്ന് ബുദ്ധനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിനെ പറ്റിയും അദ്ദേഹം കൊടുത്ത അറിവിനെ പറ്റിയും ചിന്തിക്കുകയും ചെയ്യും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എന്നെങ്കിലും ഒരിക്കൽ ബുദ്ധൻ വീണ്ടും ഇവിടെ വരുമെന്നും തനിക്ക് ബുദ്ധനെ ഒന്നുകൂടി കാണാൻ പറ്റുമെന്നും അമ്രപാലി പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷയോടെ അവൾ ശ്രീബുദ്ധനെ കാത്തിരുന്നു. അങ്ങനെ ഒരുപാട് മാസങ്ങൾ കടന്നുപോയി. എന്നാലും ക്ഷമയോടെ അമ്രപാലി ശ്രീബുദ്ധ ഭഗവാന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്രപാലി രാവിലെ ചെല്ലുമ്പോൾ അവിടെ ശ്രീബുദ്ധൻ ഇരിപ്പുണ്ട്. അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. ആഹ്ലാദം അടക്കാൻ പറ്റിയില്ല. അന്നേ വരെയും താൻ സാധാരണക്കാരിൽ ഒരാളായ ഒരു ഭക്തയാണ് എന്ന് മാത്രം കരുതിയിരുന്ന അമ്രപാലി അന്ന് തൻ്റെ നില മറന്ന് ഓടിച്ചെന്ന് ബുദ്ധൻ്റെ കാൽക്കൽ വീണു. അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ധൈര്യം അന്ന് അമ്രപാലിക്കുണ്ടായി. അവൾ ഓടിച്ചെന്ന് ബുദ്ധഭഗവാന്റെ കാൽക്കൽ വീഴുകയും ഭഗവാനെ ഇന്ന് വൈകിട്ട് എൻ്റെ വീട്ടിൽ ഒന്ന് വിരുന്നിന് വരണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അതിനു മുമ്പ് പലപ്പോഴും അമ്രപാലി അദ്ദേഹത്തെ തിരക്കിനിടയിലൂടെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കുകയോ അദ്ദേഹത്തോട് സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പോലും അവളെ കണ്ടിട്ട് ബുദ്ധഭഗവാൻ അവളെ നോക്കി പുഞ്ചിരിക്കുകയും അവളുടെ തലയിൽ കൈവച്ച് ഉറപ്പായിട്ടും ഞാൻ ഇന്ന് വൈകിട്ട് നിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരാം എന്ന് പറയുകയും ചെയ്തു. ഇങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയതോടെ അവിടെ നിന്ന് ഇറങ്ങിയ അമ്രപാലി തൻ്റെ തേരിൽ കയറി ഉടൻ തന്നെ വീട്ടിലേക്ക് തിരിച്ചു. അവൾക്ക് അന്ന് വൈകിട്ട് തൻ്റെ വീട്ടിലെത്തുന്ന അതിഥിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ വളരെ തിരക്ക് പിടിച്ച് തൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എതിരെ ലിച്ചാവി വംശത്തിലെ പ്രമുഖരായ ആൾക്കാർ, അക്കൂട്ടത്തിൽ ഇവൾക്ക് വീടും തോട്ടവും ഒക്കെ കൊടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അവരെല്ലാവരും കൂടി അവരവരുടെ തേരുകളിൽ എതിരെ വരുന്നത് കണ്ടു. അപ്പോൾ അമ്രപാലി തൻ്റെ തേര് നിർത്തിയിട്ട് ഇവരോട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അന്വേഷിച്ചു. അപ്പോൾ അവർ അമ്രപാലിയോട് ചോദിച്ചു, നീ എവിടെ പോയിട്ട് വരും? അപ്പോൾ അമ്രപാലി പറഞ്ഞു, ഞാൻ ബുദ്ധഭഗവാനെ കണ്ടിട്ട് വരികയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ ബുദ്ധഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ അദ്ദേഹത്തിനൊരു വിരുന്ന് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്രപാലി പറഞ്ഞു, അയ്യോ, ഇന്ന് അദ്ദേഹം എൻ്റെ വീട്ടിൽ വരാമെന്നാണ് സമ്മതിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രഭുക്കന്മാർ പറഞ്ഞു, വരാമെന്ന് സമ്മതിച്ചിട്ടല്ലേ ഉള്ളൂ. നീ ബുദ്ധഭഗവാനോട് ചെന്ന് ഇന്ന് നിൻ്റെ വീട്ടിൽ വരണ്ട, അടുത്ത ദിവസം വരാൻ പറയൂ. കാരണം ഇന്ന് അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് വരട്ടെ, ഞങ്ങളെല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അമ്രപാലി പറഞ്ഞു, ഇല്ല, അദ്ദേഹം ഇന്ന് എൻ്റെ അടുത്ത് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ എന്നുള്ളത് എൻ്റെ കയ്യിലല്ല. അതുകൊണ്ട് അദ്ദേഹം ഇന്ന് എൻ്റെ വീട്ടിൽ വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് മറ്റുള്ളവർക്ക് വേണ്ടി കൈമാറാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ ഈ പ്രഭുക്കന്മാർ പറഞ്ഞു, ആട്ടെ, അങ്ങനെ ആയിക്കൊള്ളട്ടെ. എന്തായാലും വൈകുന്നേരം ആയില്ലല്ലോ, അദ്ദേഹം ആരുടെ അടുത്താണ് വരുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ ഇവരെല്ലാവരും കൂടി കോടിഗ്രാമം എന്ന് പറയുന്ന ബുദ്ധഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയും അമ്രപാലി തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അവിടെ ചെന്നിട്ട് അമ്രപാലി ബുദ്ധഭഗവാൻ വരുന്നതിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തു. തൻ്റെ വീടിൻ്റെ മുക്കും മൂലയും അമ്രപാലി തുടച്ച് കഴുകി വൃത്തിയാക്കുകയും ബുദ്ധഭഗവാന് വേണ്ട ഭക്ഷണം ഒരുക്കുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ ചെയ്യുമ്പോഴും അമ്രപാലിക്ക് ഒരു പേടിയുണ്ടായിരുന്നു. കാരണം ബുദ്ധഭഗവാന് തന്നെ പരിചയമില്ല. താൻ ഓടിച്ചെന്ന് ചോദിച്ചപ്പോൾ അങ്ങ് സമ്മതിച്ചതാണെങ്കിലോ, അദ്ദേഹം തന്നെ മറന്നുപോയെങ്കിലോ, അദ്ദേഹം ഈ പ്രഭുക്കന്മാർ ചെന്ന് വിളിക്കുമ്പോൾ അവരുടെ കൂടെ പോയാലോ, അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടാണ് അമ്രപാലി വിരുന്നിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തത്. എന്തായാലും വൈകുന്നേരം ആയപ്പോൾ അവളെ അമ്പരപ്പിച്ചുകൊണ്ട് ബുദ്ധഭഗവാൻ അവളുടെ വീടിൻ്റെ വാതിക്കൽ വന്ന് നിന്നു.
അമ്രപാലി വളരെ ആദരവോടെ സ്നേഹത്തോടെ ചെന്ന് ബുദ്ധഭഗവാനെ തൻ്റെ വീടിനുള്ളിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പുകയും ചെയ്തു. ബുദ്ധഭഗവാനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കും ഭക്ഷണം വിളമ്പുന്ന സമയത്ത് അമ്രപാലിക്ക് അതിയായ സന്തോഷം തോന്നി. അത്തരത്തിലൊരു സന്തോഷം അതിനു മുമ്പ് അമ്രപാലി അനുഭവിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അമ്രപാലി ബുദ്ധഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ, എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും സന്തോഷം തോന്നുന്നത്? അപ്പോൾ ബുദ്ധഭഗവാൻ പറഞ്ഞു, അമ്രപാലി, നീ നൽകുന്നതിൻ്റെ സന്തോഷം അറിഞ്ഞു തുടങ്ങുകയാണ്. എപ്പോഴാണോ നമുക്കുള്ളതെല്ലാം നാം മറ്റുള്ളവർക്കായി ദാനം ചെയ്യുന്നത്, എപ്പോഴാണോ നാം മറ്റുള്ളവർക്ക് കൊടുത്തു തുടങ്ങുന്നത്, അപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. അങ്ങനെ ബുദ്ധഭഗവാൻ ഭക്ഷണം കഴിച്ചു. അമ്രപാലിയോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്രപാലി പിന്നാലെ ചെന്ന് പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഈ താമസിക്കുന്ന വീടും ഈ വീടിൻ്റെ ചുറ്റുമുള്ള പൂന്തോട്ടവും അങ്ങയുടെ സംഘത്തിനായി ഞാൻ ദാനം ചെയ്യുകയാണ്. അപ്പോൾ ബുദ്ധഭഗവാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് ഒരാശ്രമമായി തീരട്ടെ, നീ ഇവിടെ ഒരു ആശ്രമം സ്ഥാപിക്കൂ. അങ്ങനെ അമ്രപാലി തൻ്റെ ലൗകിക സുഖങ്ങളെല്ലാം വെടിഞ്ഞിട്ട് ഒരു ബുദ്ധ ഭിക്ഷുകിയായിട്ട്, ഒരു സന്യാസിനിയായിട്ട് ആ ആശ്രമത്തിൽ താമസിച്ചു. ഇതാണ് അമ്രപാലിയുടെ കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.